ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുള്ള പീസ് ബോർഡിലേക്ക് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെയും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെയും നിർദ്ദേശിച്ച് അമേരിക്ക ഇത് സംബന്ധിച്ച പ്രസ്താവന വൈറ്റ് ഹൌസ് പുറത്തിറക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും ബോർഡ് ചെയർമാൻ. UAE, ഖത്തർ, ഈജിപ്ത്, ടർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളും ബോർഡിൽ അംഗങ്ങളാകും. ഐസൻ, എങ്ങനെയാണ് ഇതിന്റെ വിവരം? തീർച്ചയായും US-ന്റെ ഒരു നിർദ്ദേശപ്രകാരം ഗാസയിൽ സമാധാന പുനഃസ്ഥാപനത്തിനുള്ള പ്രത്യേക പീസ് ബോർഡിനെ നിയോഗിക്കുമെന്നൊരു ധാരണയുണ്ടായിരുന്നു. 20 സമാധാന നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. നമുക്കറിയാവുന്നതാണ്, 97 മുതൽ 2007 വരെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിൽ ഈ സംഘം പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ടോണി ബ്ലെയറിന്റെ ഒരു ഇടപെടലിൽ ഈ സംഘം പ്രവർത്തിക്കണമെന്ന നിലപാടാണ്. അത് ആ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ആ ബോർഡിന്റെ ചെയർമാൻ ട്രംപ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമെന്നാണ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ടോണി ബ്ലെയറിനെ നേരത്തെ നിർദ്ദേശിക്കുമെന്ന് അറിയിച്ചിരുന്നു. മാർക്കോ റൂബിയോയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ബോർഡിൽ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ അനുഗമിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന ട്രംപിന്റെ മരുമകൻ കൂടിയായ ജേഡ് കൃഷ്ണർ തുടങ്ങിയവരും അംഗമാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, മറ്റു സംവിധാനങ്ങളുടെ ഭാഗമായി, അതായത് തുടർ സംവിധാനങ്ങളുടെ ഭാഗമായി ലോകബാങ്ക് മേധാവി അജയ് ബംഗ, US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റോബർട്ട് ഗബ്രിയേൽ എന്നിവരും അംഗങ്ങളാകും ഈ ബോർഡിൽ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ അത്തരത്തിൽ അവരുടെ പേരുകളെല്ലാം തന്നെയുണ്ട്. അതുപോലെ തന്നെ മുൻ പാലസ്തീൻ പ്രധാനമന്ത്രി ഉപപ്രധാനമന്ത്രി അലി ഷാത്ത് നേതൃത്വം നൽകുന്ന ഒരു നാഷണൽ കമ്മിറ്റിയുണ്ട്. നാഷണൽ കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഫോർ ഗാസ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഈ സംവിധാനത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഒരു തിയോക്രാറ്റിക് സൊസൈറ്റി, അല്ലെങ്കിൽ ആത്മീയ നേതൃത്വം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു സൊസൈറ്റിയുടെ സംവിധാനത്തിൽ, തിയോക്രാറ്റിക് സംവിധാനത്തിന്റെ ഭാഗമായി ഒരു മേൽനോട്ടം ഈ ഭരണകൂടത്തെ മാറ്റുന്നതിനെ, അതായത് ഭരണകൂടത്തെ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള നേരത്തെ ആ കമ്മിറ്റി നിയോഗിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കമ്മിറ്റി കൂടി നിയോഗിക്കപ്പെടുകയാണെങ്കിൽ രണ്ടാം ഘട്ട സമാധാന പുനഃസ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ രണ്ടാം ഘട്ട സമാധാന ധാരണയുടെ ഭാഗമായുള്ള നീക്കങ്ങളാണ് 20 സമാധാന നിർദ്ദേശങ്ങളുടെ ഭാഗമായി നടക്കുക. ആ രണ്ടാം ഘട്ട നീക്കങ്ങളുടെ ഭാഗമായി കൃത്യമായ നടപടികൾ തുടങ്ങുന്നതിന്റെ ഭാഗമായാണ് ഈ പീസ് ബോർഡിനെ നിയോഗിക്കുകയും ചെയ്യുന്നത്. പീസ് ബോർഡിനെ നിയോഗിച്ച് രണ്ടാം ഘട്ടത്തിൽ ഒരു ട്രാൻസിഷൻ ഗവൺമെന്റിനെ സ്ഥാപിക്കുകയും കൃത്യമായ ഭരണം ഉറപ്പാക്കുകയും ചെയ്തതിനു ശേഷം മൂന്നാം ഘട്ടത്തിൽ പുനർനിർമ്മാണം പൂർത്തിയാക്കുക എന്ന 3 ഘട്ടമായുള്ള വെടിനിർത്തൽ ധാരണ അല്ലെങ്കിൽ സമാധാന ധാരണയാണ് ഗാസ സമാധാന ധാരണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പുതിയ പ്രതിനിധികളെ ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യുന്നത്. ടോണി ബ്ലെയർ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുള്ള പീസ് ബോർഡിലേക്ക് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും നിർദ്ദേശിച്ചിട്ടുണ്ട് അമേരിക്ക എന്നുള്ളതാണ് ഐസൻ പങ്കുവച്ച വാർത്ത.